ഇന്നത്തെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇങ്ങനെ ഈ വർഗീയത പടർന്നു കയറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്തൊക്കെ ശ്രദ്ധിച്ചു, ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന സമയത്തൊക്കെ അതിന്റെ ആ ചരിത്രത്തെ മറന്നുകൊണ്ട് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ വർഗീയവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കടവശാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇടതും വലതും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു കോൺടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ വർഗീയവാദി എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ്. എന്റെ ഒരു ആശങ്ക ഇതാണ്, നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ? ആദ്യം ഞാൻ അതിലൊരു വിയോജിപ്പ് പറയട്ടെ. എല്ലാ പാർട്ടികളും അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ പറയാനായിരിക്കും നമുക്ക് താല്പര്യം. അപ്പൊ നമ്മളൊരാൾ മാത്രം വിശുദ്ധനും ബാക്കി എല്ലാവരും മോശക്കാരെന്നൊരു തോന്നൽ വരുമല്ലോ. അങ്ങനെ കരുതരുത്. അയോധ്യയിലേക്ക് ക്ഷണപത്രം കിട്ടിയ ദിവസം തന്നെ അതിൽ പങ്കെടുക്കുന്നില്ലെന്നും അതൊരു പള്ളിയായിരുന്നു എന്നും പറഞ്ഞ പാർട്ടികളും ഉണ്ട്. നിശ്ചയമായിട്ടും ഒരുപാട് ആലോചിച്ച് 2 ആഴ്ച കഴിഞ്ഞ് പോകുന്നില്ല എന്ന് തീരുമാനിച്ച ആളുകളും ഉണ്ട്. അവരെ ഞാൻ മാനിക്കുന്നു. പുറപ്പെട്ടു പോയ ആളുകളും ഉണ്ട്. അതുകൊണ്ട് നോക്കൂ, നമ്മൾ എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുപോലെയാണ്, എല്ലാം ഒരുപോലെ വർഗീയമാണ് എന്നെല്ലാമുള്ള ഈ അരാഷ്ട്രീയമെന്ന് പുറമേ മേനി നടിക്കുന്നവരുടെ രാഷ്ട്രീയ യുക്തികളെ അതേപടി പിൻപറ്റരുത്. ഞാൻ രാഷ്ട്രീയം പറയുന്നു എന്ന് നിങ്ങൾ ആരോപിച്ചാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് മാത്രമാണ്.